വഖഫ് ബോർഡ് രൂപീകരണത്തിൽ നിയമപ്രകാരമാണ് സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലമെന്ന് എജിയുടെ ഓഫീസ്. വഖഫ് ഭേദഗതി നിയമത്തിലെ വകുപ്പ് 14 സുപ്രീം കോടതി ഇടപെട്ടിട്ടില്ല. ബോർഡിൽ 3 മുസ്ലിം ഇതര അംഗങ്ങൾ വരെ ആകാം എന്നായിരുന്നു സുപ്രീം കോടതി നിലപാട്. ഇത് പ്രകാരമാണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലമെന്നും എജിയുടെ ഓഫീസ്. രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. രേഷ്മ, വിശദാംശങ്ങൾ പറയും. ഗൗതം, വഖഫ് ബോർഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നു. അതായത് കേന്ദ്ര വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അതിനനുസൃതമായിട്ട് തന്നെ വഖഫ് ബോർഡ് രൂപീകരിക്കും. അതായത് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വഖഫ് ബോർഡ് രൂപീകരിക്കും എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. വഖഫ് നിയമ ഭേദഗതി അത് അംഗീകരിക്കുന്നതിന് ഭാഗമായിട്ടായിരുന്നു ഇത്തരമൊരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇത് വലിയ രീതിയിൽ വിവാദമാവുകയും സമസ്ത ഇക്കാര്യത്തിൽ ഒരു പ്രതികൂലമായിട്ടുള്ള പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് എജിയുടെ ഓഫീസ് ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടുള്ളത്. അതായത് ഈ പറയുന്ന സത്യവാങ്മൂലം നിയമാനുസൃതം തന്നെയാണ് നൽകിയിട്ടുള്ളത്. നിയമപ്രകാരം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം, അതായത് ഈ സെക്ഷൻ 14 പ്രകാരമുള്ള കാര്യങ്ങളിൽ നേരത്തെ സുപ്രീം കോടതി ഇടപെടൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ 3 അമുസ്ലിം അംഗങ്ങളെ വരെ ഈ ബോർഡിൽ ഉൾപ്പെടുത്താമെന്നുള്ള കാര്യം സുപ്രീം കോടതി നേരത്തെ അതിൽ ഇടപെടാതിരിക്കുന്ന സാഹചര്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അമുസ്ലിം അംഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ബോർഡ് രൂപീകരണം എന്നുള്ള നിലപാടിലേക്ക് തങ്ങൾ എത്തിച്ചേർന്നത്. അത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം ഫയൽ ചെയ്തു എന്നുള്ളതാണ് എജിയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും സർക്കാരിന് വലിയൊരു പ്രതിസന്ധിയായിരുന്നു. കാരണം നേരത്തെ കോൺഗ്രസ് അടക്കം ഈ നിയമ ഭേദഗതിയെ തുറന്നെതിർത്ത ഘട്ടത്തിൽ തന്നെയാണ് വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വഖഫ് ബോർഡ് പുനഃക്രമീകരിക്കാനായിട്ടുള്ള ഒരു നീക്കം അത് തങ്ങൾ നടത്തുന്നുണ്ട്, അത്തരമൊരു നടപടി സ്വീകരിക്കുമെന്നുള്ള ഉറപ്പ് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയത്. എന്തായാലും സമസ്ത ഉൾപ്പെടെ ഇതിനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇക്കാര്യത്തിൽ രേഷ്മയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.